നമസ്കാരം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. മരണസംഖ്യ 50 കടന്നിരിക്കുകയാണ്. ചികിത്സയിൽ തുടരുകയായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മരിച്ചയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല. ഇയാളെ തിരിച്ചറിയുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനാണ് സാധ്യത. ഗുരുതരാവസ്ഥയിൽ നിരവധി പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 45 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിൽ 24 മലയാളികളാണ് ദുരന്തത്തിൽ മരിച്ചവരിൽ 7 പേർ തമിഴ്നാട്ടുകാരുണ്ട്. ഒരു കർണാടക സ്വദേശിയും ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ വിമാനം എത്തി അവിടുന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ആലോചിച്ചത്. എന്നാൽ മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിൽ നിന്നായതിനാലാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള അതിർത്തി കഴിയുന്നതുവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങളെ സംസ്ഥാന പോലീസ് അകമ്പടി കൊടുക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം കേരളത്തിലെത്തിയതിനു പിന്നാലെ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിലാണ് വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനാവശ്യമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. NBTC കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തം ഉണ്ടായത്. അപകടത്തിൽ ഇന്ത്യക്കാരും ഫിലിപ്പീൻ പൗരന്മാരുമാണ് മരിച്ചത്. പരിക്കേറ്റ 28ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 5 മലയാളികൾ അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉടമ, സെക്യൂരിറ്റി ജീവനക്കാരൻ, കമ്പനിയിലെ മറ്റൊരു സ്റ്റാഫ് എന്നീ 3 പേരെയാണ് അവിടെയുള്ള 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുവൈറ്റ് വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കെട്ടിടത്തിൽ ചട്ടലംഘനം നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ.